നമസ്കാരം, ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്ത്രീകൾ ദാരിദ്ര്യം അഭിനയിക്കുന്നു. ഗതാഗത മന്ത്രി CP ജോണിന്റെ പരാമർശം വിവാദത്തിലേക്ക്. കേരളത്തിലെ പ്രളയക്കെടുതിയിൽ അടിയന്തര കേന്ദ്ര സഹായം വേണം. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്തയച്ച് ജോസ് കെ മാണി. നടി തൃഷയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശം. ഉദയനിധി സ്റ്റാലിൻ അറസ്റ്റിൽ. ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതി നിലവിലത്തെ രൂപത്തിൽ നടപ്പാക്കാനാകില്ല. വിദഗ്ധ സമിതി റിപ്പോർട്ട് ഉദ്ധരിച്ച് അശ്വിനി വൈഷ്ണവ്. മധ്യേഷ്യയിൽ യുദ്ധഭീതി പടരുന്നു. കുവൈത്തിൽ സ്ഫോടനം. ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം. ഇന്ത്യൻ ഓഹരി വിപണി പുതിയ ഉയരങ്ങളിലേക്ക്. ആശങ്കകൾ അകന്ന് നിക്ഷേപകർക്ക് ആശ്വാസം. ഗംഭീറിനെതിരെ രൂക്ഷ വിമർശനം. കുൽദീപിനെ തഴഞ്ഞത് വൻ പിഴവ്. വാർത്തകൾ വിശദമായി. സൗജന്യ യാത്രയും ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്ന സ്ത്രീകൾ വ്യാജ ദാരിദ്ര്യം അഭിനയിക്കുകയാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണിന്റെ പരാമർശം സംസ്ഥാനത്ത് വൻ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു. സൗജന്യമായി യാത്ര ചെയ്യാൻ ബസ്സുകളിൽ തള്ളിക്കയറുന്ന സ്ത്രീകൾ മക്കളെ വലിയ തുക ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ പഠിപ്പിക്കുകയാണെന്ന മന്ത്രിയുടെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ എവിടെ വിടുന്നത്? ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോഴോ? ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി. സൗജന്യ യാത്രയും ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്ന സംസ്ഥാനത്തെ സ്ത്രീകൾ വ്യാജ ദാരിദ്ര്യം അഭിനയിക്കുകയാണെന്ന ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണിന്റെ വിവാദ പ്രസ്താവന കേരളത്തിൽ വൻ രാഷ്ട്രീയ കോളിളക്കത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. സൗജന്യമായി യാത്ര ചെയ്യാൻ KSRTC ബസ്സുകളിൽ തള്ളിക്കയറുന്ന സ്ത്രീകൾ തങ്ങളുടെ മക്കളെ വലിയ തുക ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന മന്ത്രിയുടെ വാക്കുകളാണ് വലിയ ജനരോഷത്തിനും രാഷ്ട്രീയ എതിർപ്പുകൾക്കും വഴിവെച്ചിരിക്കുന്നത്. കേരള ബസ് ട്രാൻസ്പോർട്ടേഷൻ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയായിരുന്നു മന്ത്രിയുടെ രൂക്ഷമായ ഈ അധിക്ഷേപ പരാമർശം. സർക്കാർ സ്കൂളുകളിൽ ധാരാളം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴും ഫീസ് കൊടുക്കേണ്ടതില്ലാത്ത പ്രൈവറ്റ് സ്കൂളുകളിൽ പോലും കുട്ടികളെ വിടാതെ വൻ തുക ഫീസ് നൽകേണ്ട സ്വകാര്യ സ്കൂളുകളിലേക്കാണ് സ്ത്രീകൾ കുട്ടികളെ പഠിക്കാൻ അയക്കുന്നതെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. ഇതേ സ്ത്രീകൾ തന്നെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് സർക്കാർ ആശുപത്രിയിലെ വരാന്തകളിൽ കിടക്കുന്നുവെന്നും സ്വകാര്യ ആശുപത്രിയിൽ നൽകാൻ പണമില്ലെന്ന് പറയുകയും ബസ് വരുമ്പോൾ കാശ് കുറഞ്ഞ ഗതാഗത മാർഗങ്ങളിൽ തള്ളിക്കയറുകയും ചെയ്യുന്നുവെന്നുമായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. പ്രിയദർശിനി സൗജന്യ ബസ് സർവീസുകൾ വന്നപ്പോൾ ആളുകൾ അതിൽ തിക്കിത്തിരക്കി കയറുന്നത് സ്വകാര്യ ബസ്സുകളോടുള്ള വിരോധം കൊണ്ടോ തന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെന്നും മറിച്ച് ആളുകൾ പണക്കാരായിരുന്നിട്ടും പാവപ്പെട്ടവരായി വ്യാജ ദാരിദ്ര്യം അഭിനയിക്കുന്നത് കൊണ്ടാണ് എന്നുമുള്ള പരാമർശം പ്രതിഷേധത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ സയൻസ് ഒക്കെ പഠിക്കുകയും അതിനെക്കുറിച്ച് ആ ബിഹേവിയർ അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു ബിഹേവിയർ എന്താന്ന് പറഞ്ഞാൽ, ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ എവിടെ വിടുന്നത്? ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോഴോ? ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി അല്ലേ? ഈ മൂന്ന് കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ മൂന്ന് കാര്യങ്ങളിൽ ഞാൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് പറയുകയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്.
കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. മന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ സംസ്ഥാനത്തുടനീളം ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. മന്ത്രിയുടെ ഈ പരാമർശം കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും അപമാനിക്കുന്നതാണെന്ന് CPM നേതാവ് ചിന്താ ജയറാം കടുപ്പിച്ചു പറഞ്ഞു. ചുമതലയേറ്റപ്പോൾ രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ത്രീവിരുദ്ധവും മനുഷ്യവിരുദ്ധവുമായ പ്രത്യയശാസ്ത്ര നിലപാടാണ് പുറത്തു വന്നിരിക്കുന്നതെന്നും ചിന്ത കുറ്റപ്പെടുത്തി. ജനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഏതെങ്കിലും ഭരണാധികാരിയുടെ ഔദാര്യമെന്ന ഫ്യൂഡൽ മനോഭാവമാണ് മന്ത്രി പ്രകടിപ്പിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇതോടൊപ്പം സ്ത്രീകളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും അടിയന്തര ആവശ്യങ്ങളെയും പരിഹസിക്കുന്ന സമീപനം കൈക്കൊണ്ട ഗതാഗത മന്ത്രി പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പെയ്തിറങ്ങിയ അതിശക്തമായ മഴയിലും തുടർച്ചയായി ഉണ്ടായ ഉരുൾപൊട്ടലിലും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് ജോസ് കെ മാണി MP. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസത്തിനുമായി കേന്ദ്ര അടിയന്തര പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജോസ് കെ മാണി MP പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കത്തയച്ചു. ദുരിതക്കയത്തിൽ മുങ്ങുന്ന കേരളത്തിന് കേന്ദ്രത്തോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജോസ് കെ മാണി MP. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമാണ് കത്തയച്ചിരിക്കുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുനരധിവാസത്തിനുമായി പ്രത്യേക പാക്കേജാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രകൃതി ദുരന്തത്തിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെടുകയും ആയിരക്കണക്കിന് കുടുംബങ്ങൾ തെരുവാധാരമാവുകയും ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ അടിയന്തര സാമ്പത്തിക പിൻബലം അത്യാവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ ചെറുകിട ഇടത്തരം കച്ചവടക്കാർക്കും പ്രത്യേക സഹായം നൽകണമെന്നും അതിന്റെ കാരണവും അദ്ദേഹം പ്രത്യേകം കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം കനത്ത മഴയും ഉരുൾപൊട്ടലും വിതച്ച നാശനഷ്ടങ്ങളുടെ പൂർണ്ണ ചിത്രമാണ് ജോസ് കെ മാണി MP കേന്ദ്ര സർക്കാരിന് മുൻപിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഗതാഗത സംവിധാനങ്ങൾ, കാർഷിക മേഖല, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് വൻതോതിലുള്ള നാശമാണ് സംഭവിച്ചിട്ടുള്ളത്. വരാനിരിക്കുന്ന ഓണാഘോഷം മുൻനിർത്തി ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ വായ്പയെടുത്തും മറ്റും സംഭരിച്ചു വെച്ചിട്ടുള്ള വ്യാപാരികളുടെ സ്റ്റോക്കുകൾ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും പൂർണ്ണമായും ഒലിച്ചുപോവുകയും നശിക്കുകയോ ചെയ്തിട്ടുണ്ട്. കച്ചവടക്കാരുടെ ജീവിതമാർഗം തന്നെ അടഞ്ഞുപോയ ഈ അതിജീവന ഘട്ടത്തിൽ വ്യാപാരികളെ ചേർത്തുപിടിക്കാൻ പ്രത്യേക ദുരിതാശ്വാസ പാക്കേജ് കേന്ദ്ര സർക്കാർ അടിയന്തരമായി പ്രഖ്യാപിക്കണമെന്ന് MP കത്തിൽ ഉറച്ചു പറയുന്നു. ഏതൊരു മഹാദുരന്തവും സംഭവിച്ച് ആദ്യ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ബാധിത സംസ്ഥാനങ്ങൾക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കുന്ന രീതിയിലുള്ള സ്ഥിരം ദേശീയ സംവിധാനം കേന്ദ്ര സർക്കാർ രൂപീകരിക്കണമെന്ന് അദ്ദേഹം കത്തിലൂടെ ആവശ്യപ്പെട്ടു. ദുരന്തം നടന്ന് ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞ ശേഷം സാമ്പത്തിക സഹായം എത്തിക്കുന്നത് അടിയന്തര രക്ഷാപ്രവർത്തനങ്ങളെയും ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും അതിനാൽ തടസ്സമില്ലാത്ത അടിയന്തര ഫണ്ട് ലഭ്യമാകുന്ന ദേശീയ സംവിധാനം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം ഓർപ്പിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളുടെ തീവ്രതയും ദുരിതവും കുറഞ്ഞ ശേഷം വളരെ വൈകി കേന്ദ്ര സംഘങ്ങൾ എത്തുന്നത് കാരണം സംഭവിച്ച യഥാർത്ഥ നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയും ഭീകരതയും നേരിട്ട് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കാറില്ല. ദുരന്തത്തിന്റെ ആഘാതം ഏറ്റവും രൂക്ഷമായിരിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ കേന്ദ്ര പ്രതിനിധി സംഘങ്ങൾ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയാൽ മാത്രമേ അർഹമായ നഷ്ടപരിഹാര തുക സംസ്ഥാനത്തിന് ലഭിക്കുകയുള്ളൂ. അതിനാൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ കേന്ദ്ര സംഘങ്ങളുടെ പരിശോധന ഉറപ്പാക്കണമെന്നതിൽ കത്തിൽ ഊന്നി പറയുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനും തകർന്നുപോയ ജീവിതങ്ങൾ പുനർനിർമ്മിക്കുന്നതിനും കേന്ദ്രത്തിന്റെ ശക്തമായ സാമ്പത്തിക സഹായവും ഉറപ്പാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ സമഗ്രമായൊരു സാമ്പത്തിക സഹായത്തിനുള്ള ആദ്യ പടിയായി മാറിയിരിക്കുകയാണ് ജോസ് കെ മാണി അയച്ച ഈ കത്ത്. നടി തൃഷയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ അറസ്റ്റിൽ. തഞ്ചാവൂർ പോലീസ് വീട്ടിലെത്തിയാണ് ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തത്. ഉദയനിധി സ്റ്റാലിന്റെ ദ്വയാർത്ഥ പ്രയോഗത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. മുൻകൂർ ജാമ്യം തേടി ഉദയനിധി സ്റ്റാലിൻ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാനിരിക്കവെയാണ് അറസ്റ്റ്. തമിഴ് രാഷ്ട്രീയത്തെ ആകെ പിടിച്ചുകുലുക്കിക്കൊണ്ട് നടി തൃഷ കൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്തു. ഉദയനിധി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ മദ്രാസ് ഹൈക്കോടതി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി തഞ്ചാവൂർ പോലീസ് അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്തത്. ചെന്നൈയിലെ വസതിയിൽ വെച്ച് നടന്ന കടുത്ത നാടകീയ രംഗങ്ങൾക്കും സംഘർഷങ്ങൾക്കും ശേഷമാണ് പോലീസിന്റെ നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത്. ചെന്നൈ നീലാങ്കരയിൽ ഉദയനിധി സ്റ്റാലിന്റെ വസതിക്ക് മുമ്പിൽ മണിക്കൂറുകളോളം നീണ്ട നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് അറസ്റ്റ് നടപടികൾ പൂർത്തിയായത്. തഞ്ചാവൂരിൽ നിന്നെത്തിയ പ്രത്യേക പോലീസ് സംഘം ഉദയനിധിയെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചതോടെ DMK പ്രവർത്തകർ വസതിക്ക് മുമ്പിൽ തടിച്ചുകൂടുകയും വൻ പ്രതിഷേധമുയർത്തുകയും ചെയ്തു. പ്രവർത്തകരും പോലീസും തമ്മിൽ രൂക്ഷമായ ഉന്തും തള്ളും ഉണ്ടായതോടെ പ്രദേശം സംഘർഷഭരിതമായി മാറുകയായിരുന്നു. എന്നാൽ പ്രവർത്തകരുടെ തടസ്സം മറികടന്ന് ഉദയനിധിയെ പോലീസ് തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോകുന്നതിനായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന് പങ്കെടുക്കാൻ സാധിക്കാതിരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആസൂത്രിത നീക്കമാണിതെന്ന് കാണിച്ച് ഉദയനിധിയുടെ അഭിഭാഷകർ മദ്രാസ് ഹൈക്കോടതിയിൽ അടിയന്തര മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഹൈക്കോടതി ഈ ഹർജി ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകമായി പരിഗണിക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ കോടതി വിധി വരുന്നതുവരെ കാത്തുനിൽക്കാതെ പോലീസ് അറസ്റ്റിലേക്ക് കടന്നത് DMK ക്യാമ്പിനെ കടുത്ത ഞെട്ടലിലാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ പോലീസിന്റെ ഈ അടിയന്തര അറസ്റ്റ് നടപടികൾക്കെതിരെ ഉദയനിധിയുടെ അഭിഭാഷകർ ശക്തമായ എതിർപ്പ് ഉന്നയിക്കും.
കാവേരി വിഷയത്തിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിനിടെ നടി തൃഷയ്ക്കെതിരെ ഉദയനിധി നടത്തിയത് കേവലം ഒരു രാഷ്ട്രീയ പരാമർശമല്ലെന്നും സ്ത്രീവിരുദ്ധവും അങ്ങേയറ്റം ആക്ഷേപകരവുമായ പ്രതികരണമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധങ്ങൾ ഇരമ്പിയത്. നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം തഞ്ചാവൂരിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഔദ്യോഗികമായി പരാതികൾ നൽകിയിരുന്നു. കൂടാതെ BJPയും CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഉദയനിധിക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ അപ്രതീക്ഷിത അറസ്റ്റോടെ തമിഴ്നാട് രാഷ്ട്രീയം ഇപ്പോൾ കലുഷിതമായ ഒരു ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. പോലീസിന്റെ ഈ നീക്കം DMK പ്രവർത്തകർക്കിടയിൽ വൻ പ്രതിഷേധത്തിന് തിരികൊളുത്തിയിട്ടുണ്ട്. മദ്രാസ് ഹൈക്കോടതി ഉച്ചയ്ക്ക് ശേഷം മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കുമ്പോൾ കേസിന്റെ നിയമപരമായ വഴിത്തിരിവുകൾ എന്താകുമെന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുകയാണ്. കേരളത്തിലെ അതിവേഗ റെയിൽ സ്വപ്നങ്ങൾ വീണ്ടും അനിശ്ചിതത്വത്തിൽ. മെട്രോമാൻ ശ്രീധരൻ മുന്നോട്ട് വെച്ച തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽവേ പ്രപ്പോസൽ നിലവിലത്തെ രൂപത്തിൽ നടപ്പാക്കാനാവില്ലെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് രാജ്യസഭയിൽ അറിയിച്ചു. സാമ്പത്തിക ഭാരം, യാത്രക്കാരുടെ എണ്ണത്തിലുള്ള വ്യക്തതയില്ലായ്മ, പാരിസ്ഥിതിക സാമൂഹിക പഠനങ്ങളുടെ കുറവ് എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് പദ്ധതി തള്ളിയത്. ഇതോടെ കേരളിന് പിന്നാലെ ബദൽ പദ്ധതിയും വഴിമുട്ടിയിരിക്കുകയാണ്. കേരളത്തിന്റെ യാത്രാ മേഖലയിൽ വൻ കുതിച്ചുചാട്ടം ലക്ഷ്യമിട്ട് ശ്രീധരൻ മുന്നോട്ട് വെച്ച തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽവേ പ്രപ്പോസൽ നിലവിലെ സാമ്പത്തിക സാങ്കേതിക രൂപരേഖയിൽ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ നിയോഗിച്ച 4-അംഗ വിദഗ്ധ സമിതി തള്ളിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് രാജ്യസഭയെ അറിയിച്ചു. പാർലമെന്റിന്റെ ഉപരിസഭയിൽ CPIM MP ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ച ചോദ്യത്തിന് രേഖാമൂലം മറുപടി നൽകവെയാണ് സിവിൽ ലൈൻ പദ്ധതി സംസ്ഥാന സർക്കാർ തത്വത്തിൽ ഉപേക്ഷിച്ച മട്ടാണെന്നും ശ്രീധരന്റെ പദ്ധതി സമഗ്രമല്ലെന്ന് കണ്ട് ഉപസമിതി നിരസിച്ചതാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയത്. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് പരിശോധിക്കാൻ ഗതാഗത സെക്രട്ടറി TV അനുപമ, ദക്ഷിണ റെയിൽവേ പ്രിൻസിപ്പൽ ചീഫ് കൊമേഴ്ഷ്യൽ മാനേജർ J വിനയൻ, സാമ്പത്തിക വിദഗ്ധർ ഡോക്ടർ T വീരമണി, പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീധർ രാധാകൃഷ്ണൻ എന്നിവരടങ്ങുന്ന ഉപസമിതിയായിരുന്നു സർക്കാർ ചുമതലപ്പെടുത്തിയത്. 5-ലേറെ തവണ യോഗം ചേരുകയും DMRC പ്രതിനിധികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്ത സമിതി കേരളത്തിന്റെ പരിമിതമായ സാമ്പത്തിക വിഭവശേഷി, യാത്രക്കാരുടെ എണ്ണം തിട്ടപ്പെടുത്താത്ത ശാസ്ത്രീയ പഠനങ്ങളുടെ കുറവ്, പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനങ്ങൾ പൂർത്തിയാക്കാത്തത്, തുക വിനിയോഗിക്കുന്നതിൽ വ്യക്തതയില്ലായ്മ എന്നിവ പ്രധാന തടസ്സങ്ങളായി ചൂണ്ടിക്കാട്ടുകയായിരുന്നു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ആദ്യഘട്ടത്തിൽ 14 സ്റ്റേഷനുകളും പിന്നീട് 22 സ്റ്റേഷനുകളുമായി വിഭാവനം ചെയ്ത പദ്ധതിയിൽ പ്രാഥമിക പഠനത്തിൽ യാത്രക്കാരുടെ എണ്ണം കുറവാണെന്ന് കണ്ടതിനാലാണ് കാസർഗോഡിനെ ഒഴിവാക്കിയിരുന്നത്. എന്നാൽ നിലവിലെ പ്ലാനിൽ പദ്ധതി നടപ്പിലാക്കാനാകില്ലെന്നും തുടർ നടപടികൾക്ക് ആവശ്യമായ പുനഃപരിശോധന ശുപാർശകൾ സമിതി മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ നിലവിൽ പാത ഇരട്ടിപ്പിക്കൽ, സിഗ്നലിംഗ് നവീകരണം തുടങ്ങിയ പരമ്പരാഗത വികസന പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്നും വ്യക്തമാക്കിയതോടെ കേരളത്തിന്റെ അതിവേഗ റെയിൽവേ സ്വപ്നങ്ങൾ വീണ്ടും അനിശ്ചിതത്തിലായിരിക്കുകയാണ്. മധ്യേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലത്തിലേക്ക്. കുവൈറ്റിലെ US സൈനിക കേന്ദ്രത്തിലും ഇറാനിലെ ബസ്രയിലും ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ലോകത്തിന്റെ ഊർജ്ജനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതോടെ സമുദ്രപാതയിലെ സുരക്ഷയും പൂർണ്ണമായും തകിടം മറിഞ്ഞിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വിതരണം സ്തംഭനാവസ്ഥയിലാകുമെന്ന ഭീതി ആഗോള വിപണിയിൽ ഇന്ധന വിലക്കയറ്റത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കും വഴിവെക്കുമെന്ന ആശങ്ക ശക്തമാണ്. ലോകത്തിന്റെ സമാധാനാന്തരീക്ഷത്തെയും സുരക്ഷയെയും ഒരുപോലെ പിടിച്ചുകുലുക്കുന്ന അതിഗൗരവമുള്ള സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ മധ്യേഷ്യയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ വാഗ്വാദങ്ങളും ഉപരോധങ്ങളും വർഷങ്ങളായി ഈ മേഖലയെ കലുഷിതമാക്കിയിരുന്നുവെങ്കിൽ ഇന്നത് പൂർണ്ണതോതിലുള്ളൊരു സൈനിക സംഘർഷത്തിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. കുവൈറ്റിലും സമീപ പ്രദേശങ്ങളിലും ഒരേ സമയം ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ നടുക്കം മാറും മുൻപ് ലോകത്തിലെ ഏറ്റവും നിർണായകമായ ഊർജ്ജ ഗതാഗതപാതയായ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഒരു ചരക്ക് കപ്പലിന് നേരെയും ആക്രമണം നടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഞെട്ടൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ അവിചാരിതമായ സംഭവവികാസങ്ങൾ മധ്യേഷ്യയിലെ ഭൂരാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുകയാണ്. ലോകരാജ്യങ്ങളെല്ലാം തന്നെ അതീവ ഉത്കണ്ഠയോടെയാണ് ഈ വാർത്തയെ ഉറ്റുനോക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് വടക്കൻ കുവൈറ്റിലെ ഒരു പ്രധാനപ്പെട്ട US സൈനിക കേന്ദ്രത്തിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. സ്ഫോടനത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂവെങ്കിലും ഇതിന്റെ പ്രകമ്പനം വളരെ ദൂരെയുള്ള ജനവാസ മേഖലകളിൽ പോലും വ്യക്തമായി അനുഭവപ്പെട്ടുവെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഗൾഫ് രാജ്യങ്ങളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള നേരിട്ടുള്ള സ്ഫോടനങ്ങൾ നടക്കുന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കുവൈറ്റ് ഭരണകൂടവും അമേരിക്കൻ സൈന്യവും സംഭവസ്ഥലത്ത് കർശനമായ സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ ഉറവിടം കണ്ടെത്താനും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ തിരിച്ചറിയാനുമുള്ള അന്വേഷണം ഇതിനോടകം തന്നെ ഊർജിതമാക്കിയിട്ടുണ്ട്. കുവൈറ്റിലെ
ആകാശപാതകളിൽ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റിൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ആശങ്കാജനകമായ മറ്റ് വിവരങ്ങളും പുറത്തുവരുന്നത്. ഇറാനുമായും കുവൈറ്റുമായും അതിർത്തി പങ്കിടുന്ന ഇറാഖിലെ തന്ത്രപ്രധാനമായ ബസ്ര പ്രവിശ്യയിൽ വലിയ തോതിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എണ്ണപ്പാടങ്ങളും അന്താരാഷ്ട്ര വ്യാപാര പാതകളും നിറഞ്ഞ ഈ പ്രദേശത്ത് സ്ഫോടന ശബ്ദങ്ങൾ കേട്ടത് ജനങ്ങളിൽ ഭീതി പരത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തെ തുടർന്ന് കുവൈറ്റിലും ഇറാഖിലും ഉൾപ്പെടെയുള്ള മേഖലയിലുടനീളം അതീവ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സുരക്ഷാ സേനകളെല്ലാം പൂർണ്ണ സജ്ജരാക്കപ്പെട്ടിരിക്കുന്നു. ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഗൾഫ് രാജ്യങ്ങളിലെ സർക്കാരുകൾ സജ്ജമായി കഴിഞ്ഞു. സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ വിവിധ രാജ്യങ്ങൾ സ്വീകരിച്ചു വരുന്നുണ്ട്. കരയിലെ ഈ സ്ഫോടനങ്ങൾക്കു പുറമെ സമുദ്രപാതകളിലെ സുരക്ഷയും പൂർണ്ണമായും തകിടം മറിഞ്ഞിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയതും പ്രധാനപ്പെട്ടതുമായ ഊർജ്ജ ഗതാഗത ചാലുകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ വെച്ചാണ് ചരക്ക് കപ്പലിന് നേരെ ആക്രമണമുണ്ടായിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെയും മറ്റ് അവശ്യ വസ്തുക്കളുടെയും സിംഹഭാഗവും കടന്നുപോകുന്നത് ഈ ഇടുങ്ങിയ സമുദ്രപാതയിലൂടെയാണ്. ഈ പാതയിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത രംഗത്ത് കടുത്ത ആശങ്കയെ ഉയർത്തിയിട്ടുണ്ട്. കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര നാവികസേനകൾ രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും നിലവിലെ സാഹചര്യം കപ്പൽ കമ്പനികൾക്കും കച്ചവടക്കാർക്കും വലിയ ഭയമാണ് സമ്മാനിച്ചിരിക്കുന്നത്. കപ്പലുകൾ വഴിതിരിച്ചുവിടുന്നതിനെക്കുറിച്ചും ഇൻഷുറൻസ് തുക കുത്തനെ കൂട്ടുന്നതിനെക്കുറിച്ചുമുള്ള ആലോചനകൾ ഇതിനോടകം തന്നെ സജീവമായി കഴിഞ്ഞു. ഈ സംഭവവികാസങ്ങളുടെ ഏറ്റവും വലിയ ആഘാതം നേരിടാൻ പോകുന്നത് ആഗോള സാമ്പത്തിക വിപണിയാണ്. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് കപ്പലിന് നേരെയുണ്ടായ ആക്രമണം ആഗോള ക്രൂഡ് ഓയിൽ വിതരണത്തെയും അന്താരാഷ്ട്ര വ്യാപാര മേഖലയെയും ഗുരുതരമായി ബാധിക്കുമെന്ന ഭീതിയിലാണ് വിപണി ഇപ്പോൾ നിലകൊള്ളുന്നത്. എണ്ണവില കുത്തനെ ഉയരാനും അതുവഴി ലോകമെമ്പാടും ഇന്ധനവിലക്കയറ്റത്തിന് പണപ്പെരുപ്പത്തിനും കാരണമാകാനും ഈ സാഹചര്യം വഴിവെച്ചേക്കാം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി മധ്യേഷ്യയെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. അതിനാൽ തന്നെ എണ്ണ വിതരണം തടസ്സപ്പെടുന്നത് ഏഷ്യൻ രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥയെ കഠിനമായി ബാധിക്കും. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസികളും സാമ്പത്തിക നിരീക്ഷകരും ഈ സംഭവവികാസങ്ങൾ അതീവ സൂക്ഷ്മതയോടെയാണ് നിരീക്ഷിച്ചു വരുന്നത്. സ്ഥിതിഗതികൾ ശാന്തമായില്ലെങ്കിൽ ആഗോളതലത്തിൽ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിന് പോലും ഇത് കാരണമായേക്കാമെന്ന മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകുന്നത്. ആഗോള ആശങ്കകൾക്കും തകർച്ചകൾക്കും വിരാമമിട്ട് ഇന്ത്യൻ ഓഹരി വിപണി ശക്തമായ തിരിച്ചുവരവിന്റെ പാതയിലാണ്. ശക്തമായ GDP വളർച്ചയും മികച്ച കോർപ്പറേറ്റ് വരുമാനവും മ്യൂച്വൽ ഫണ്ടുകളിലൂടെയുള്ള റെക്കോർഡ് ആഭ്യന്തര നിക്ഷേപങ്ങളുമാണ് ഈ കുതിപ്പിന് മേലിലെ പ്രധാന കരുത്ത്. വിദേശ നിക്ഷേപകരുടെ തിരിച്ചുവരവും ഇന്ത്യൻ വിപണിയുടെ വിശ്വാസ്യത വീണ്ടും ഉറപ്പിക്കുന്നു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇന്ത്യൻ ഓഹരി വിപണിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്കും തങ്ങളുടെ കഷ്ടകാലം മാറുവാൻ കാത്തിരിക്കുന്ന നിക്ഷേപകർക്കും വലിയൊരു ആശ്വാസത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരു ഘട്ടത്തിൽ കനത്ത ഇടിവുകളും ആഗോളതലത്തിലുള്ള ആശങ്കകളും കൊണ്ട് അസ്ഥിരമായിരുന്ന നമ്മുടെ വിപണി ഇപ്പോൾ തിരിച്ചുവരവിന്റെ ശക്തവും വ്യക്തവുമായ സൂചനകളാണ് നൽകുന്നത്. ഇത് വെറുമൊരു താൽക്കാലികമായ മുന്നേറ്റം മാത്രമാണോ, അതോ നമ്മുടെ വിപണി വീണ്ടും ശക്തമായ ഒരു കുതിപ്പിലേക്ക് ചുവടുവെക്കുകയാണോ? തുടർച്ചയായ തിരിച്ചടികൾ നേരിട്ട ഓഹരി വിപണിയിൽ കഴിഞ്ഞ കുറേ ആഴ്ചകളായി പ്രകടമാകുന്ന മാറ്റം നിക്ഷേപകരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തിയിരിക്കുകയാണ്. വിദേശ നിക്ഷേപകരുടെ വൻതോതിലുള്ള കൊഴിഞ്ഞുപോക്കും പശ്ചിമേഷ്യയിലെയും യൂറോപ്പിലെയും സംഘർഷങ്ങളും ആഗോള വിപണിയിലെ മാന്ദ്യഭീഷണിയും പണപ്പെരുപ്പവും ചേർന്ന് ഇന്ത്യൻ വിപണിയെ ഒരു ഘട്ടത്തിൽ പിടിച്ചുലച്ചിരുന്നു. പല ചെറിയ നിക്ഷേപകരും തങ്ങളുടെ കൈവശമുള്ള ഓഹരികൾ നഷ്ടത്തിന് വിറ്റ് വിപണി വിട്ടുപോകുന്ന ദയനീയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ആ കറുത്ത ദിവസങ്ങൾ മാറി ഇപ്പോൾ വിപണി വീണ്ടും ആഴത്തിൽ ശ്വാസമെടുത്തുയർത്തെഴുന്നേറ്റിരിക്കുന്നു. രാജ്യത്തിന്റെ മുഖ്യ സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും വീണ്ടും സർവകാല റെക്കോർഡുകളിലേക്കോ അല്ലെങ്കിൽ പുതിയ ഉയരങ്ങളിലേക്കോ ഉള്ള കുതിപ്പിലാണ്. ഈ തിരിച്ചുവരവിന് പിന്നിൽ വ്യക്തവും ശക്തവുമായ ചില സാമ്പത്തിക കാരണങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിനകത്തെ സാമ്പത്തിക അടിത്തറ അത്രമേൽ ശക്തമാണ്. ആഗോളതലത്തിൽ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര വിപണി വളർച്ചയുടെ പാതയിലാണ് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് സംബന്ധിച്ച കണക്കുകൾ ലോകരാഷ്ട്രങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ വളർച്ച വിദേശ നിക്ഷേപകരെ വീണ്ടും ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നു. ഇന്ത്യൻ കോർപ്പറേറ്റ് കമ്പനികളുടെ വരുമാന വളർച്ച പ്രതീക്ഷിച്ചതിലും വളരെ മികച്ചതാണ്. ഇതാണ് വിപണിക്ക് അടിത്തറയേകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കമ്പനികൾ മികച്ച ലാഭം നേടുമ്പോൾ ഓഹരികളുടെ വില ഉയരുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ബാങ്കിംഗ് മേഖലയായാലും IT മേഖലയായാലും അടിസ്ഥാന സൗകര്യ വികസന മേഖലയായാലും കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് ഇപ്പോൾ വളരെ വ്യക്തവും ശക്തവുമാണ്. രണ്ടാമത്തെ ഏറ്റവും നിർണായകമായ കാര്യം റീറ്റെയിൽ നിക്ഷേപകരുടെ അഥവാ സാധാരണക്കാരായ നിക്ഷേപകരുടെ മനോഭാവത്തിൽ വന്നിരിക്കുന്ന വലിയ മാറ്റമാണ്. ഇതാണ് വിപണിയുടെ ഏറ്റവും വലിയ കരുത്ത്. ഒരു കാലത്ത് വിപണിയിൽ ചെറിയൊരു ഇടിവുണ്ടായാൽ പോലും പരിഭ്രാന്തരായി ഓഹരികൾ വിറ്റഴിച്ചിരുന്നവരാണ് നമ്മുടെ നാട്ടിലെ സാധാരണ നിക്ഷേപകർ. എന്നാൽ ഇന്ന് സ്ഥിതി പൂർണ്ണമായും മാറിമറിഞ്ഞിരിക്കുന്നു. മ്യൂച്വൽ ഫണ്ടുകളിലൂടെയും SIP വഴിയുള്ള നിക്ഷേപങ്ങൾ റെക്കോർഡ് ഭേദിച്ചു മുന്നേറുകയാണ്. ഓരോ മാസവും കോടിക്കണക്കിന് രൂപയാണ് SIP വഴി മാത്രം ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. വിപണി താഴേക്ക് പോകുമ്പോഴും പരിഭ്രാന്തി
പരിഭ്രാന്തരാകാതെ മറിച്ച് അത് വിലക്കുറവിൽ നല്ല ഓഹരികൾ വാങ്ങാനുള്ള സുവർണാവസരമായി കാണാൻ ഇന്ന് നമ്മുടെ നിക്ഷേപകർ പഠിച്ചിരിക്കുന്നു. ഈ സാമ്പത്തിക സാക്ഷരതയും പക്വതയുമാണ് ഇന്ത്യൻ വിപണിയെ മറ്റ് വിദേശ വിപണികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. മാസാവസാനം മുടങ്ങാതെ എത്തുന്ന ഈ ആഭ്യന്തര നിക്ഷേപങ്ങൾ വിപണിക്ക് വലിയൊരു താങ്ങായി മാറുന്നുണ്ട്. വിദേശ നിക്ഷേപകർ ഏതെങ്കിലും കാരണത്താൽ വിപണി വിട്ടുപോയാലും നമ്മുടെ തദ്ദേശീയ നിക്ഷേപകരുടെ കൈവശമുള്ള പണം വിപണിയെ തകർന്നു വീഴാതെ താങ്ങി നിർത്തുന്നു. ഇത് ഇന്ത്യൻ വിപണിയുടെ ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ചു. മൂന്നാമത്തെ ഏറ്റവും വലിയ കാര്യം ഇതാണ്: വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ തിരിച്ചുവരവ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യൻ വിപണിയിൽ നിന്ന് വൻതോതിൽ പണം പിൻവലിച്ചുകൊണ്ടിരുന്ന വിദേശ നിക്ഷേപകർ ഇപ്പോൾ വീണ്ടും ഇന്ത്യൻ ഓഹരികളിലേക്ക് തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചൈനീസ് വിപണിയിലെ തുടർച്ചയായ തളർച്ചയും അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് സംബന്ധിച്ച നിലപാടുകളിലെ മാറ്റവുമാണ് ഇതിനൊരു കാരണം. എന്നാൽ അതിലുപരി ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയെന്ന നിലയിൽ ഇന്ത്യയിലുള്ള അടിയുറച്ച വിശ്വാസമാണ് വിദേശ നിക്ഷേപകരെ വീണ്ടും ഇവിടെ എത്തിക്കുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾ, ഹരിത ഊർജ്ജം അഥവാ പുനരുപയോഗ ഊർജ്ജം, ആധുനിക സാങ്കേതിക വിദ്യ, പ്രതിരോധ മേഖല, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ ഭാവി വ്യവസായങ്ങളിൽ വിദേശ നിക്ഷേപകർ വലിയ താൽപര്യമാണ് കാണിക്കുന്നത്. ഇന്ത്യൻ കമ്പനികളുടെ ആഗോള മത്സരശേഷി വർദ്ധിച്ചതും വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്ന പ്രധാന ഘടകമാണ്. വിപണി തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് കരുതി കണ്ണടച്ച് ചാടിയിറങ്ങാനുള്ള സമയമല്ല ഇത്. വിപണി എപ്പോഴും മുന്നറിയിപ്പുകളും തരാറുണ്ട്. നിക്ഷേപകർ എപ്പോഴും ഓർക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ ഇവയാണ്. വിപണി ഒരിക്കലും ഒരേ വേഗതയിൽ മുകളിലേക്ക് മാത്രം പോകില്ല. കയറ്റവും ഇറക്കവും അതിന്റെ അടിസ്ഥാന സ്വാഭാവികതയാണ്. ഈ തിരിച്ചുവരവിന്റെ വേളയിലും ചില പ്രത്യേക മേഖലകളിൽ അമിത മൂല്യനിർണ്ണയം നടന്നിട്ടുണ്ടോ എന്ന് വിദഗ്ധർ സംശയിക്കുന്നുണ്ട്. ഇവിടുത്തെ നിക്ഷേപകർ നഷ്ടബോധം വെടിഞ്ഞ് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചുപിടിച്ചിരിക്കുന്നു. ഈ ആത്മവിശ്വാസം വെറുമൊരു തോന്നലല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെയും കോർപ്പറേറ്റ് കരുത്തിന്റെയും യഥാർത്ഥ പ്രതിഫലനമാണ്. പക്ഷേ എപ്പോഴും ഓർക്കുക, ഓഹരി വിപണിയിൽ റിസ്ക് പൂർണ്ണമായും ഇല്ലാതില്ല. കൃത്യമായ പഠനവും വിദഗ്ധരുടെ ഉപദേശവും അതോടൊപ്പം സ്വന്തം ക്ഷമയും കൈമുതലാക്കി മാത്രം നിക്ഷേപങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ കഷ്ടിച്ച് സമ്പാദിച്ച പണം സുരക്ഷിതമായി വളരാൻ അറിവോടെയുള്ള നിക്ഷേപം മാത്രമാണ് ഏക വഴി. മധ്യ ഓവറുകളിൽ വിക്കറ്റ് വീഴ്ത്താൻ ശേഷിയുള്ള കുൽദീപ് യാദവിനെ പോലെ ഒരു മാച്ച് വിന്നറെ തഴഞ്ഞ് ബാറ്റിംഗ് ഡെപ്തിന് വേണ്ടി മാത്രം ഓൾറൗണ്ടർമാരെ അമിതമായി ആശ്രയിച്ച ഗൗതം ഗംഭീറിന്റെയും ശുഭ്മാൻ ഗില്ലിന്റെയും തന്ത്രപരമായ പാളിച്ചയാണ് ഇംഗ്ലണ്ട് പരമ്പരയിലെ ഇന്ത്യയുടെ തോൽവിക്ക് ആക്കം കൂട്ടിയത്. ഇംഗ്ലണ്ടിൽ കുൽദീപിന്റെ പന്തേറ് കാണാൻ ടീം മാനേജ്മെന്റിന് സാധിക്കാതെ പോയെന്ന് മുൻതാരം ദീപ് ദാസ്ഗുപ്ത തുറന്നടിച്ചതുപോലെ ഫോമിലുള്ള സ്പെഷ്യലിസ്റ്റ് കളിക്കാരെ മാറ്റി നിർത്തുന്ന ഈ സെലക്ഷൻ രീതി വരാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിലും തിരുത്തിയില്ലെങ്കിൽ ഇന്ത്യൻ ടീമിന് അത് വലിയ തിരിച്ചടിയാകും. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ തോൽവിക്ക് പിന്നാലെ സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവിനെ പ്ലേയിംഗ് 11-ൽ നിന്ന് ഒഴിവാക്കിയ ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. 3 മത്സരങ്ങളടങ്ങിയ പരമ്പര 2-1 ഇന്ത്യ കൈവിട്ടതോടെ ഹെഡ് കോച്ച് ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലും വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് നേരിടുന്നത്. പരമ്പരയുടനീളം തകർപ്പൻ ഫോമിലുള്ള കുൽദീപ് യാദവിനെ ഒരു മത്സരത്തിൽ പോലും കളിപ്പിക്കാതെ റിസർവ് ബെഞ്ചിൽ ഇരുത്തിയതായാണ് ആരാധകരെയും പ്രമുഖരെയും ഒരുപോലെ ചൊടിപ്പിച്ചത്. ടീമിന്റെ ഈ തീരുമാനത്തെ മുൻ ഇന്ത്യൻ താരവും പ്രമുഖ കമന്റേറ്ററുമായ ദീപ് ദാസ്ഗുപ്ത രൂക്ഷമായ ഭാഷയിലൂടെയാണ് കുറ്റപ്പെടുത്തിയത്. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പ്രതികരിക്കവെയാണ് അദ്ദേഹം ഗംഭീറിന്റെയും ഗില്ലിന്റെയും തന്ത്രങ്ങളെ വിമർശിച്ചത്. കുൽദീപ് യാദവ് തീർച്ചയായും ആദ്യ 11-ൽ കളിക്കേണ്ട കളിക്കാരനാണെന്നും വരാനിരിക്കുന്ന പരമ്പരകളിൽ സ്പിന്നർമാരുടെ കണക്കുകൾ എന്തുതന്നെയായാലും കുൽദീപ് ആ സംഘത്തിൽ തീർച്ചയായും ഉണ്ടാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തിന്റെ മികച്ച പന്തേറ് എല്ലാവരും കണ്ടതാണെന്നും നിർഭാഗ്യവശാൽ അവിടെയുണ്ടായിരുന്ന ടീം സെലക്ടർമാർക്കോ മാനേജ്മെന്റിനോ മാത്രം അത് കാണാൻ സാധിച്ചില്ലെന്ന് ദീപ് ദാസ്ഗുപ്ത കുറ്റപ്പെടുത്തി. ലോവർ ഓർഡറിൽ ബാറ്റിംഗ് കരുത്ത് കൂട്ടാനായി ഓൾറൗണ്ടർമാർക്ക് കൂടുതൽ മുൻഗണന നൽകിയ കോച്ച് ഗൗതം ഗംഭീറിന്റെ തന്ത്രമാണ് കുൽദീപിന് പ്രധാനമായും തിരിച്ചടിയായത്. എന്നാൽ ഈ നീക്കം പരമ്പരയിൽ പൂർണ്ണമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. റൺസ് വിട്ടുകൊടുക്കാതെ നിർണായക വിക്കറ്റുകൾ വീഴ്ത്താൻ ശേഷിയുള്ള കുൽദീപിനെ പോലൊരു അറ്റാക്കിംഗ് സ്പിന്നറുടെ അഭാവം മധ്യ ഓവറുകളിൽ ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയായി മാറി. നിലവിൽ യോർഷെയറിന് വേണ്ടി വൺഡേ കപ്പിൽ കളിക്കുന്ന കുൽദീപ് യാദവ് മികച്ച ഫോമിലാണുള്ളത്. വരാനിരിക്കുന്ന ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിലെങ്കിലും ഇംഗ്ലണ്ടിൽ വരുത്തിയ തെറ്റുകൾ തിരുത്തി കുൽദീപിന് പ്ലേയിംഗ് 11-ൽ അർഹിച്ച സ്ഥാനം നൽകണമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ. വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.